ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ RP ഫാഷൻ ടെക്. ഇന്നത്തെ വീഡിയോയിൽ 2.5 മീറ്റർ തുണി ഉപയോഗിച്ചിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു കുർത്തി എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്റർ ഷിഫോണിൻ്റെ മെറ്റീരിയലും 2 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് 6 പാനൽ അനാർക്കലി ഡ്രസ്സായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനെക്കാട്ടിലും മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിന് 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ലൈനിങ്ങിൽ ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വണ്ണും തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മൾ എത്ര എടുക്കുന്നോ അത് അനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെസ്റ്റ് 10.5 ഇഞ്ചാണ് എടുക്കുന്നത്, തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ മടക്കിയിട്ടിട്ട് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം ഞാൻ യോക്ക് പോർഷൻ്റെ ലെങ്ത് 16 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ടോട്ടൽ കുർത്തി 48 ഇഞ്ചിനാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ യോക്ക് 16 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം തയ്ച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 15 ഇഞ്ചോളം ലെങ്ത് കിട്ടും. പിന്നെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 7 ഇഞ്ച്, അവിടുന്ന് താഴത്തേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ചെസ്റ്റ് വണ്ണം 10.5 ഇഞ്ച്, അവിടുന്ന് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിനി നമ്മുടെ വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യണം. അവിടെ ഞാൻ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് അവിടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വണ്ണം എനിക്ക് 8.5 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഞാനിതിൽ ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തത്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1.5 ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ കർവ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും നെക്കിൻ്റെ ലെങ്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഷേപ്പ് ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കും കൂടെ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വണ്ണം 12 ഇഞ്ച് എടുത്തില്ലേ, ആ 12 ഇഞ്ചിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഷിഫോണിൻ്റെ അല്ലെങ്കിൽ ജോർജറ്റിൻ്റെയൊക്കെ മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ പിൻ കുത്തി കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണി ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കേർട്ട് പാർട്ടിന് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 34 ഇഞ്ചസ് താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 48 ആണ്. അതിൽ 15 ഇഞ്ച് നമ്മൾ യോക്ക് പോർഷന് കൊടുത്തു, 33 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിടത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാലൻസ് വരുന്ന തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ളത് കിട്ടും. ഞാനിതിന് 3/4 സ്ലീവാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി, നമുക്ക് സ്ലീവിനുള്ളത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മുകൾ ഭാഗത്ത്, ഈ ഒരു സ്കേർട്ട് പാൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ യോക്ക് പോർഷൻ്റെ ഒരു സൈഡിലായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യോക്ക് പോർഷനിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എനിക്കവിടെ 7.5 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 8 ഇഞ്ചിൽ ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ആ മുകളിൽ ആ ഒരു 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കണം. പിന്നെ ഈ ഒരു 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് എല്ലാവർക്കും ഈ ഒരു 3.5 തന്നെ ആയിരിക്കും. കുറച്ചും കൂടെ ഫ്രണ്ട് പോർഷനിൽ കുറച്ചും കൂടെ വിട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, 3.5 ഇഞ്ച് തന്നെ ആയിരിക്കും എല്ലാവർക്കും കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീതി കൂടിയ ഭാഗം താഴ്ത്ത് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷൻ ഈ കട്ട് ചെയ്ത ഭാഗത്ത് വരണം. കണ്ടോ? അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ സ്കേർട്ട് പാർട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു യോക്ക് പോർഷൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമ്മൾ താഴത്ത് അടയാളപ്പെടുത്തിയില്ലേ അത് നമുക്ക് മുകളിൽ കിട്ടണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് എത്ര ഫ്ലെയർ കിട്ടുമെന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു 29 ഇഞ്ചോളം ഫ്ലെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, നമ്മൾ ഈ കട്ട് ചെയ്ത പോലെ തന്നെ ഈ സെൻറ്ററിൽ പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സൈഡ് പാർട്ട് അതായത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു 3 പീസും ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി 4ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം 32 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. വിട്ട് മാക്സിമം എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുക. 8.5 ഇഞ്ച് പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് മാക്സിമം വിട്ട് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ ഒരു 2 ഇഞ്ചിന് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് കണ്ടോ ജോയിൻറ്റ് ചെയ്തെടുക്കണം. കാരണം നമുക്ക് 3/4 സ്ലീവ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ജോയിൻറ്റ് ചെയ്തെടുത്താലേ നമുക്ക് തുണി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്ലീവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് ഞാനിവിടെ 17 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേക്കും 16 ഇഞ്ച് സ്ലീവിന് ലെങ്ത് കിട്ടും. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ വണ്ണം മാർക്ക് ചെയ്യണം. വണ്ണം 8 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർത്തിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മുടെ ആ ഒരു മാർജിൻ ലൈൻ വിട്ടിട്ട് വേണം വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി താഴത്തേക്ക് ആം ഹോളിൻ്റെ കർവിൻ്റെ ആ ഒരു ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി താഴെ കൈയുടെ ബോട്ടം 5.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ മുകളിൽ നിന്ന് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഈ ഒരു സ്കേർട്ട് പാർട്ട് ഞാൻ ഇതുപോലെ 3 പീസും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ 2ആക്കി മടക്കിയതിന് ശേഷം താഴെ അറ്റത്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുകളിൽ ഒരു 2 ഇഞ്ച് ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു 3 പീസും ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വേരിയേഷൻ വരും. അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ലൈനിങ് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ലൈനിങ് ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു യോക്ക് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേ അളവിൽ വേറൊരു തുണിയിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. കറക്റ്റായിട്ട് നെക്ക് ഇങ്ങനെ വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ചുറ്റിനും ഇതുപോലെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെക്ക് പീസിൻ്റെ ഈ തുണിയുടെ താഴെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്കർട്ട് പാഡിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 4 ഇഞ്ച് ഹൈറ്റിൽ വേണം ടക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 സൈഡിലും 1/2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനില്ലേ അവിടെ നിന്ന് 4 ഇഞ്ച് മുകളിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കോൺ ഷേപ്പിൽ വരച്ചെടുക്കണം. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു സെൻറ്ററിലെ പീസില്ലേ അതിൻ്റെ സെയിം വിട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ടക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ കണ്ടോ സെൻറ്ററിൽ നമുക്ക് 6 ഇഞ്ച് വിട്ട് കിട്ടും. ഈ ജോയിൻറ്റ് ചെയ്തെടുത്ത ആ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ കണ്ടോ കറക്റ്റായിട്ട് 6 ഇഞ്ച് വന്നിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഈ ഒരു ടക്കിൻ്റെ വിട്ട് എന്ന് പറയുന്നതും 1/2 ഇഞ്ച് തന്നെയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ടക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഈ 2 സ്റ്റിച്ചും ഈ ടക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു സ്റ്റിച്ചും കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം. അത് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ കറക്റ്റ് വരുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ രണ്ടും കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കണം. അപ്പം ബാക്ക് ഞാനിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ടക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ബാക്കിലെ സ്കേർട്ട് പാർട്ടുമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പം ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഇതുപോലെ ഇങ്ങനെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് സ്ലീവ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെൻറ്റർ നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കണമല്ലോ സ്ലീവിൻ്റെ. ആ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബോട്ടം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിക്ക് തന്നെ വെച്ചിട്ട് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മുന്നേ ഉള്ള ഒത്തിരി വീഡിയോസിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതൊക്കെ കാണിച്ച് പോയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷേപ്പ് ചെയ്തിട്ട് താഴത്തെ ഒരു ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് താഴത്തേക്ക് അല്ലെങ്കിൽ 3.5 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അതുവരെ കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് നിർത്തുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് ഇതുപോലെ മാറ്റിയതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഈ ലൈനിങ് മാറ്റിയിട്ട് 1 ഇഞ്ച് മുകളിൽ നിന്ന് ഇതുപോലെ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മെയിൻ ക്ലോത്ത് ഉള്ളിലേക്കാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലൈനിങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇവിടെ നിന്ന് ലൈനിങ് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ബോട്ടം കൂടി ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ 2.5 മീറ്റർ കൊണ്ട് നമുക്ക് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ഭംഗിയായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.